ഞാനിന്ന് ചെറിയൊരു മുട്ട വരട്ടിയെടുക്കുകയാണ്. സവാള ഇട്ടിട്ട് വേറെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു മുട്ട വരട്ടാണ്. അതിന് ഞാൻ നേരത്തെ എടുക്കാൻ മറന്നുപോയി. സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകെടുത്തിട്ടിട്ടുണ്ട്. അത് ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇച്ചിരി നമ്മുടെ കറിവേപ്പില, പിന്നെ ഇച്ചിരി മല്ലിയില. അപ്പം ഞാൻ നന്നായിട്ട് സവാള വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കുഞ്ഞു പിള്ളേർക്ക് വയ്ക്കാം. ഇച്ചിരി മുളക് പൊടി ഇട്ടു, കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇച്ചിരി എരിവാണ്, അതിന് കുറച്ചിട്ടതേ. പിന്നെ ഇച്ചിരി ചിക്കൻ പൗഡർ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാനെങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ വയ്ക്കണം. എനിക്ക് വീഡിയോ എടുക്കാനും അതുവരെ എല്ലാം പെട്ടെന്ന് ചെയ്ത് വയ്ക്കാനൊന്നും ആർക്കിട്ടില്ല. നമ്മൾ പയ്യെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്നെ വരട്ടാം. നന്നായിട്ടൊന്ന് പച്ചച്ചുവ മാറുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെയാവും, ഈ മുട്ട അങ്ങോട്ട് ഇടാം. 5 മുട്ട ഇടാം. കുറച്ച് ഇടാനായിട്ടും ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സവാളയും ഈ മുട്ടയും കൂടെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് കഴിക്കാൻ വേണം. മീനൊന്നും കിട്ടില്ല. നമ്മൾ എണ്ണ മുട്ട പൊരിച്ച് നമുക്കൊരു മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഇത് തോന്നത്തില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തക്കാളിയുടെ വേണേലും ഇടാം. ഞാൻ തക്കാളിയൊന്നും ഇട്ടില്ല, കാരണം പെട്ടെന്ന് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെയാണ് വിചാരിച്ച്. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഈ മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. ഒരു ടേസ്റ്റിന് ഒരു മണവും ഒക്കെ കിട്ടും. അപ്പോൾ പിള്ളേർ വലിച്ചോളും കേട്ടോ. ചോറിനായാലും ചപ്പാത്തിക്കായാലും കുറച്ചൊരു ഗ്രേവിയൊക്കെ വെച്ച് ചെയ്യുന്നത് ചോറിന് കുറിച്ചും കഴിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇഷ്ടത്തിന് വെച്ചതാണ്. അങ്ങനെ നമ്മൾ മുട്ട വരട്ടിട്ട് റെഡിയായി. എനിക്കിഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് വലിയ പാചകക്കാരിയൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ചെയ്യുന്നതൊക്കെ എടുത്തിരുന്നത്. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഞാൻ സ്വന്തമായിട്ട് എഡിറ്റൊന്നും ചെയ്യാറില്ല, എനിക്കറിയത്തില്ലടാ. അപ്പോൾ എനിക്കറിയാമെന്നുള്ളതുപോലെ ഇടണം. ഞാൻ ചെയ്യുന്ന പാചകങ്ങൾ സാധാരണ സിമ്പിളായിട്ടുള്ളത്, വലിയ ഇതൊന്നുമില്ല. വലിയ ഭയങ്കര സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാൽ പെട്ടെന്നൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അതിലെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.